بسم الله الرحمن الرحيم. സുന്നി ജനസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ച ഒരു ദിക്റുകൾക്കായതുകൊണ്ട് പള്ളിയിൽ വെച്ച് നടത്താൻ പാടില്ല എന്ന ചില പിടിവാശികളുണ്ടായി. അതിൻ്റെ പേരിൽ അത് പുറത്തിറക്കപ്പെട്ടു. എങ്കിലും അത് ആ ദിക്റുകൾക്കയുടെ തലേന്നാളാണ് പള്ളി നടത്താൻ പാടില്ല എന്ന് പള്ളിയുടെ മൊത്തവല്ലി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ അല്ലാഹു തആല നമുക്ക് വിജയം നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ പള്ളിയുടെ നേരെ മുമ്പിലുള്ള സ്കൂളിൽ പറമ്പിൽ വെച്ച് അന്ന് ദിക്റുകൾക്ക് നമ്മുടെ പിറ്റന്നാൾ നടത്തി. പിന്നെ പലയിടങ്ങളിലായി നടത്തി. പാടത്തും പറമ്പിലുമൊക്കെ പന്തലിട്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ കുത്തിച്ചിരിക്കുന്ന മഴയത്തൊക്കെ നമുക്ക് ഇടമില്ലാതെ നടന്നുവെങ്കിലും അല്ലാഹുവിന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് ഒരു ദിക്ർ പോലും മുടങ്ങാതെ അങ്ങനെ ഈ മഹ്ദറ മസ്ജിദിൽ വെച്ച് അത് പിന്നെ രണ്ടാമത് തിരിച്ചു വന്ന് അത് തുടരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. അതിൻ്റെ 25ാം വാർഷികമാണ്. അള്ളാഹുവിനെ വീണ്ടും സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. രക്ഷിക്കാനും പിന്നീട് കരക്ക് കൊണ്ടുവന്ന് ഇട്ട് മഹാനവരുടെ രക്ഷിക്കാനും കാരണമായ നിദാനമായ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. രണ്ടാമത്തേത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം 300 പ്രാവശ്യം. പിന്നീട് നാരിയ സ്വലാത്ത്, അതാണ് 30 പ്രാവശ്യം. പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം 70 പ്രാവശ്യം. പിന്നെ അസ്മാഉൽ ഹുസ്ന, ഓരോ തിരുനാമവും ഓരോ പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് 500 പ്രാവശ്യം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ഒന്നിച്ച് ചേർത്ത് ചെല്ലുമ്പോൾ 250 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അതോടുകൂടി നമ്മുടെ ദിക്ർ കഴിഞ്ഞു. പിന്നെ ഒരു കൊച്ചു ദുആയി, ആ ദുആയോടുകൂടിയാണ് നമ്മുടെ ദിക്ർ അവസാനിപ്പിക്കാറുള്ളത്. ആർക്കും വിഷമം തോന്നാത്ത വളരെ ലഘുതരമായ ഒരു ദിക്റാണ് ബഹുമാനപ്പെട്ടവരുടെ അംഗീകാരത്തോടുകൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ 25ാം വാർഷികം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഈ ഹൽക്കയിൽ മാത്രം ദിക്ർ ചെയ്യുകയല്ല, എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിന്റെ ടൈം ടേബിൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദിനചര്യയിലും മൊത്തം വേണം. അങ്ങനെ ദാഖിരികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ ദിക്ർ ഹൽക്കയിൽ നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാ മഹാന്മാരായ ആളുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മുടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാരായ എല്ലാ സയ്യിദുമാരും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ അവരുകളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. മറ്റുള്ള സയ്യിദുമാരെല്ലാവരും ഇവിടെയുണ്ട്. നേതൃത്വം ഒരാളുടെ പേര് പറഞ്ഞതുകൊണ്ട് മറ്റാളുടെ നേതൃത്വം ഇല്ലെന്ന് മനസ്സിലാക്കരുത്. എല്ലാ സയ്യിദുമാരുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തോടുകൂടിയാണ് ഈ ഇരുത്തം തന്നെ. എന്താണെന്ന് പറഞ്ഞാൽ നേതാവിനെ തിരിച്ചറിയാത്ത ഇരുത്തമാണല്ലോ ഹൽക്ക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബികളുടെ ഇരുത്തത്തെക്കുറിച്ച് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഹൽക്കയിലേക്ക് ചെന്നാൽ ആരാണ് ലീഡർ എന്ന് പെട്ടെന്നോടത്തിൽ പറയാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി ലക്ഷണം കൊണ്ടും അവിടുത്തെ ഗാംഭീര്യം കൊണ്ടും മഹത്വം കൊണ്ടും അതാണ് നേതാവിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നതല്ലാതെ നേതാവ് വീഴ്തിൽ നിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. നേതാവ് സ്റ്റേജിലും അനുയായികളും താഴെയും ഇറങ്ങി ഇരിക്കുന്ന സമ്പ്രദായമായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഹൽക്ക, അത് ദിക്ർ ഹൽക്ക എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് അറിയുന്നവരും അറിയാത്തവരും മുതിർന്നവരും പ്രായം കുറഞ്ഞവരും പണ്ഡിതന്മാർ സയ്യിദുമാരും അല്ലാത്തവരും എല്ലാവരും ഒന്നിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ വിഷയം അവതരിപ്പിക്കുകയാണ്. നമ്മുടെ സങ്കടഹർജി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും മുമ്പ് ആദ്യമായി ഇസ്തിഗ്ഫാർ ചെയ്ത് ആത്മശുദ്ധി വരുത്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാധ്യമം വസീല നബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്ത് പിന്നീട് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് അള്ളാഹുവിനെ പ്രശംസിച്ച് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണം നടത്തുകയാണ്. ദിക്ർ തുടങ്ങുകയാണ്. ഇലാ ഹദറത്തി സയ്യിദിനാ وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم وإلى حضرات أهل الخير أجمعين. الفاتحة.
والشيطان نسألك اللهم بالعزة والسيادة والسرور والصلاح والمقاصد والبركة والرضا والمغفرة في الدنيا والآخرة اللهم لا تفضحنا بين عبادك اللهم بسر سيدنا الحسن وفي سيدنا الحسين وسيدنا فيما حبيبنا وكل عالمين سيدنا المسلمين سيدنا محمد صلى الله عليه وسلم بسر سيدنا علي المرتضى والمصطفى بسر سيدنا فاطمة البطول من سيد الأنبياء والرسل سيدنا محمد صلى الله عليه وسلم بقضي عوائدنا بأسرارهم وبحقوقهم يا غياث المستغيثين يا غياث المستغيثين اللهم وصل وسلم ما قرأنا ومن القرآن الكريم إلى رب النبي سيدنا مصطفى محمد صلى الله عليه وسلم وعلى آبائه وإخوانه والأنبياء والمرسلين إلى أمراض الصحابة الذين من الصحابة والقرابة والتابعين التابعين لهم بإحسان إلى يوم الدين لا سيما اللهم إلى أمراض الله أزواج نبيك الطاهرات أمهات المؤمنين إلى أمراض الظالمين لا إله إلا
والحمد لله ولا إله إلا الله والله أكبر لا حول ولا قوة إلا بالله العلي العظيم Allah
مقدم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا قاهر يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا قدير يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله قلوبكم وزينوا ألسنتكم بالقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله തദനുസാരമാർക്ക് വിവാഹ സഹായം നൽകി വരികയും ചെയ്യുന്നു. അപ്പോൾ 25,000 രൂപയാണ് വിവാഹ സഹായം നൽകാറുള്ളത്. കുറഞ്ഞത് 4 അപേക്ഷകളെങ്കിലും സ്വീകരിക്കാറുണ്ട്. 4 അപേക്ഷയ്ക്ക് 1 ലക്ഷം രൂപ വേണം. കുറച്ച് വർഷങ്ങളായി ഉദാരമതികളായ ആളുകളുടെ സഹായത്താൽ നമ്മുടെ ഈ ഫണ്ട്, ഈ മാരേജ് ആൻഡ് മെഡിക്കൽ ഫണ്ട് എന്ന പേരിൽ സ്വരൂപം നടത്തിയ ഫണ്ട് മുടങ്ങാതെ ഇതുവരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഈ വിപുലയിലും 4 അപേക്ഷ സ്വീകരിച്ച് 1 ലക്ഷം രൂപ 25,000 രൂപ വീതം 4 ആളുകൾക്ക് നൽകുകയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തുകാർക്ക് പ്രത്യേകമായിട്ട് നൽകുന്നില്ല. കോടമ്പുഴ ദിക്കുകളിലായതുകൊണ്ട് കോടമ്പുഴക്കാർക്ക് മാത്രം വിവാഹ സഹായം എന്ന സംഗീതത്തിലില്ല. അപേക്ഷകർ പല നാട്ടിലും ഉണ്ടാകാറുണ്ട്. ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ ഫണ്ടിൻ്റെ പരിമിതി പരിഗണിച്ച് ദിക്റുഹൽക്കയുടെ സ്ഥിരം മെമ്പർമാർക്ക് നൽകൂ എന്ന ഒരു പരിമിതി മാത്രമാണുള്ളത്. ഹൽക്കയിലും നമ്മുടെ ആലിമീങ്ങളിൽ സജീവ ദീനി പ്രവർത്തകനാണ് അദ്ദേഹം.
എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. നമ്മോടൊപ്പം എല്ലാ വേദികളിലും അദ്ദേഹത്തെ കാണാം. അദ്ദേഹം സർവോപരിയായി എല്ലാവരിലും ഉപരിയായി ആലിമീങ്ങളെ, സയ്യിദുമാരെ, ദീനി സംഘടനകളെ, ദീനി പ്രസ്ഥാനങ്ങളെ, ദീനി സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരു ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത കരം കൊണ്ട് തന്നെ ഇതിൻ്റെ കർമ്മം ഇത്തവണ നടത്തുകയാണ്. ആദ്യമായിട്ട് മുഹമ്മദ് എം പി ചിയ്യൂർ, മുഹമ്മദ് എം പി ചിയ്യൂർ, കെ അബ്ബാസ് കുളങ്ങര തുമ്പപ്പാടം, കെ അബ്ബാസ് കുളങ്ങര തുമ്പപ്പാടം, അഷ്റഫ് സി എം പരുത്തിപ്പാറ ചേരക്കൽ, മുഹമ്മദ് രായിൻ പരുത്തിപ്പാറ, മുഹമ്മദ് രായി പരുത്തിപ്പാറ, വേഗം വേണം, മുഹമ്മദ് രായി, ഒരു കുട്ടിയെ ബഹുമാനപ്പെട്ട മൻസൂർ ഹാജി അവരുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈറും ബർക്കത്തും അല്ലാഹു തആല ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അസലിയായ ഖലായിന് ഒരു രോഗം പിടിപെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈ മുറിക്കേണ്ടി വന്നു. ശസ്ത്രക്രിയ നടത്തി അദ്ദേഹത്തിന് വേണ്ടി ഖത്തർ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ റുഹാനി കൂടി മുൻകൈയെടുത്ത് അവിടെ നിന്ന് നടത്തിയ ഒരു സംഖ്യ വിദ്യാർത്ഥിക്ക്, പൂർവ്വ വിദ്യാർത്ഥിക്ക് റുഫാനിക്ക് ഇവിടെ വെച്ച് നൽകുകയാണ്. ഈ സമ്മേളനത്തിൽ സന്നദ്ധമായി പുറത്തിറങ്ങുന്നത്. എല്ലാ സന്നദ്ധ സമ്മേളനത്തിലും ദിക്ർ ഹൽഖ എന്ന ഈ മുബാറക്കായ മജ്‌ലിസിൽ വെച്ചാണ് അവരുടെ സ്ഥാനവസ്ത്രം നൽകാറുള്ളത്. ബഹുമാനപ്പെട്ട കുമ്പോൾ സെയ്ദ് രാജകോയത്തങ്ങൾ സ്ഥാനവസ്ത്ര വിതരണം നടത്തും. മാർക്കടിസ്ഥാനത്തിലുള്ള ക്രമപ്രകാരമാണ് വിളിക്കുന്നത്. ഒന്ന് അബ്ദുൽ നാസർ തക്കോ ഇർഫാനി. മുഹമ്മദ് റാഫി വെള്ളേരി. മുഹമ്മദ് റാഫി അബൂബക്കർ ഇർഫാനി എടാട്. ലബീബ് ഇർഫാനി മങ്കാവ്. ജാഫർ അലി ഇർഫാനി പറമ്പിൽ. മുഹമ്മദ് സഈദ് ഇർഫാനി റിപ്പൺ. അബ്ദുൽ ലത്തീഫ് ഇർഫാനി ആദർശേരി.
മുഹമ്മദ് മുസ്തഫ ഇർഫാനി പാനൂർ, മുഹ്സിൻ ഇർഫാനി വയനാട്, അഷ്റഫ് ഇർഫാനി കോടമ്പുഴ, ഹസൻകുട്ടി ഇർഫാനി ചുള്ളിക്കോട്, ഇന്ന് നമ്മുടെ എന്ന ഒരു മഹത്തായ ചരിത്ര സാക്ഷ്യം ഇന്ന് നടക്കുകയാണല്ലോ. ആ സംഭവത്തിന് നൽകാനുള്ള കുറച്ചു പുതിയ കിതാബുകൾ ബാബ ഉസ്താദിൻ്റെ അനുഗ്രഹീതമായ തൂലിക ചരിച്ച ഫലമായി ജനിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് പ്രകാശനം ചെയ്യുകയാണ്. എല്ലാ പരിപാടിയും കൂടി നമ്മുടെ മെയിൻ സ്റ്റേജിലേക്ക് മാറ്റിയാൽ സമയവും ലഭിക്കുകയില്ല. ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി എല്ലാവർക്കും അറിയാം, വളരെ പഴക്കമുള്ളതാണ്. എന്നാലും അത് 3 ഭാഗമായിരുന്നു. ആ 3 ഭാഗവും കൂടി ഒന്നാക്കി ചേർത്തി പ്രിൻറ്റിങ്ങിൽ മാത്രമല്ല അതിൻ്റെ DTPയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഭംഗിയായി പുനഃപ്രകാശനം ചെയ്യുകയാണ്. ധാരാളം സയ്യിദുമാരും ധാരാളം നിറകുടങ്ങളായ ആലിമുകളും പങ്കെടുത്ത മജ്ലിസ് ആയതുകൊണ്ട് അല്ലാഹു തആല ഈ പ്രകാശനങ്ങൾ അത്രയും ദാക്കിരീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് ഖാലിദ് തങ്ങൾ പ്രകാശനം ചെയ്യും. സ്വീകരിക്കാൻ SSFന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സഖാഫിയുണ്ട്. ക്ഷണിക്കും. മതപരിത്യാഗം ഭവിഷ്യത്തും കാരണങ്ങളും എന്നാണ് അടുത്ത പുസ്തകം. ഓരോ പുസ്തകത്തെ സംബന്ധിച്ചും നന്നായി പ്രതിപാദിക്കേണ്ടതാണ്, പരിചയപ്പെടുത്തേണ്ടതാണ്. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഏകദേശം മഗ്‌രിബടുത്തായി. ഒറ്റ വാക്കിൽ പറയുന്നു, സകല ജനങ്ങളിലും ഒരുപാട് യുദ്ധത്തിന്റെ മുർത്തത്തായി പോകുന്ന വാക്ക്, പ്രവൃത്തി, ചിന്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സാധാരണക്കാരെ കൊണ്ട് നന്നായി വായിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങൾ, കുമ്പോൾ തങ്ങൾ പ്രകാശനം ചെയ്യും. സ്വീകരിക്കുന്നതിന് മുഹമ്മദ് സഖാഫി തങ്ങൾ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കും. തക്കരീത് സംശയങ്ങൾക്ക് മറുപടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് പൂക്കോയ തങ്ങൾ, മാട്ടൂൽ തങ്ങൾ, ശൈഖുന തങ്ങൾ അവർ പ്രകാശനം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് തങ്ങൾ, സ്വീകരിക്കുന്നത് പിന്നെ പി മൊയ്തീൻ സിയാർ മുണ്ടക്കൽ അദ്ദേഹത്തെ ക്ഷണിക്കും. സെക്കൻഡറി തങ്ങളുടെ ഹിക്കം എല്ലാവർക്കും അറിയാം. അതിൻ്റെ സംക്ഷിപ്തമായ ഏകദേശം അതിൻ്റെ അറബി ഭാഷയോട് മലയാള ഭാഷയിൽ ഏറ്റവും ഫിറ്റായ നിലയിൽ അതിൻ്റെ ആശയ നിവർത്തനം നടത്തിയ പുസ്തകമാണ് ആത്മജ്ഞാനികളുടെ പറുദീസ. ഹിക്മുൽ അതായിയ വിവർത്തനവും വ്യാഖ്യാനവും എന്ന 1ാം ഭാഗം. അതിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട സയ്യിദ് ജമീൽ തങ്ങൾ പ്രകാശനം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് അബ്ദുൽ ജബ്ബാർ സഖാഫി എറണാകുളം അദ്ദേഹം. ഇൻഷുറൻസും ഷെയർ ബിസിനസ്സും ബാബുമുസ്ലിയാരുടെ ഏറ്റവും നല്ല പഠനവും ഏറ്റവും അത്യന്താപേക്ഷിതവും കാലികവുമായ ഒരു പുസ്തകമാണ്. സയ്യിദ് മഷ്ഹൂർ തങ്ങൾ അത് പ്രകാശനം ചെയ്യും. സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട
ഉസ്താദിൻ്റെ മകൻ നിരാമയ ഉസ്താദിൻ്റെ മകൻ ബാപ്പലി അത് സ്വീകരിക്കും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുവാനാണ്. തൂലിക തരംഗങ്ങൾ ഏറ്റവും പുതിയ പുസ്തകമാണ്, പുനഃപ്രസാദനമൊന്നുമല്ല. അപ്പോൾ വാങ്ങാനും വാങ്ങിയവരും എല്ലാവരും സ്വീകരിക്കണം. പ്രകാശനം ചെയ്യും. സ്വീകരിക്കുന്നത് കൗസർ സഫാബി ഉണ്ടായതോടെ പോയോ? വയനാട് ഖാദി ബഹുമാനരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളെ പേരാരും പറയണ്ട. ബഹുമാനപ്പെട്ട അലവി സഫാബി കുളത്തൂർ, ബഹുമാനപ്പെട്ട എൻ അലി മുസ്ലിയാർ പാലക്കാട് താഴപ്പുറം വെളിയൻകുട്ടി മുസ്ലിയാർ സ്വീകരിക്കും. രണ്ടുപേരെയും സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ നാരായണമംഗലം SVSന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അദ്ദേഹം പ്രകാശനം ചെയ്യുന്നു. ഹജ്ജും മബ്രൂർ സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട കോയമാഷ്. മാർജാന ശാസ്ത്രം വായിച്ചിരിക്കേണ്ട ഏറ്റവും നല്ല പുസ്തകമാണ്. പൂച്ച കിതാബ് എന്നാണ് ഇതിനെപ്പറ്റി പറയുക. എന്ന് പറഞ്ഞാൽ പൂച്ചയെ സംബന്ധിച്ച് നാം അറിയാത്ത ഒരുപാട് മസാലകളും ആധുനിക പഠനങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് ഇത്. പ്രകാശിക്കുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് പുറാകുതങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത്. സ്വാലിഹ് പുറാകുതങ്ങൾ പ്രകാശനം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് അലി സഫാബി തൃക്കരിപ്പൂർ രണ്ടുപേരെയും അർത്ഥം. ബാബുസ്താദിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് PK അബൂബക്കർ മുസ്ലിയാർ. പാഠക പുസ്തക നിർമ്മാണ കാലത്ത് ആദ്യകാലം മുതൽ ഇന്നോളം സഹാനുവർത്തിയായ എല്ലാ രംഗത്തും അദ്ദേഹം പ്രകാശനം ചെയ്യുന്നു. അന്ത്യപ്രവാചകരുടെ പ്രവചനങ്ങൾ പിന്നെ ഉസ്മാൻ മുസ്ലിയാർ സ്വീകരിക്കുന്നു. ചപ്പാര ഇവിടെ ദഅവ കോളേജ് എന്നതിലുപരി അതിന് പുറമെ വനിതാ ശരീഅത്ത് കോളേജ് നടക്കുന്നുണ്ട്. പിന്നെ ശരീഅത്ത് കോളേജിനുമായ വിഷയങ്ങളോട് കൂടി തന്നെ വനിതാ ആർട്സ് കോളേജ് നടക്കുന്നുണ്ട്. ഗേൾസ് സെക്കൻഡറി മാർക്സ് നടക്കുന്നുണ്ട്. കോഴ്സ് ആ നിഖാബോട് കൂടി തന്നെ ജീവിച്ച് ശീലിച്ച ഒരു സമൂഹമാണ്. അവർക്കുള്ള സനദ് വിതരണം രക്ഷിതാക്കളെ നൽകുന്നു. അതിന്റെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ചേനപ്പ മുഹമ്മദ് ബാപ്പലി. ഷമീറ ചേലേമ്പ്ര വരാൻ വേണ്ടിയാണ്. ആദില പെരുമുഖം റസീന പരുത്തിപ്പാറ. ഈ വിളിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുന്നോട്ട് വരാം. സയ്യിദത്ത് ജുമാന രാമനാട്ടുകര. മുഫീദ ജാസ്മീൻ DK സിയാങ്ങണ്ണ. ഷബിന K ബഷീർ ഉപ്പ. ഷമീറിൻ്റെ ആള് ഷമീറ ചേലേമ്പ്ര. ഷമീറിൻ്റെ ആളൊന്നുമില്ല.
ആദില ആദില റസീന പരുത്തിപ്പാറ സയ്യദ് ജുമാന സബീല അന്നത്ത് على محمد والآل والصحب وسلم اللهم صل على محمد والآل والصحب وسلم اللهم صل على محمد والآل والصحب وسلم. الحمد لله رب العالمين المنتظمമായ بغي جلال وجهك وعظيم سلطانك ورحمة بك من كلام وجسيسنا أن لك كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على سيدنا مولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. അർഹമർറാഹിമീനായ അല്ലാഹുവേ, മഹത്തായ സദസ്സിനെ സംഘടിപ്പിച്ചതിൽ സംബന്ധിച്ചത് ഇവിടെ ഞങ്ങൾ ചൊല്ലിയും നീ പൊരുത്തപ്പെട്ടവരായി സ്വീകരിക്കണേ റഹ്മാനേ. മഹത്തായ സദസ്സിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരുടെ ഹഖ് കൊണ്ട് അവർ നിങ്ങളുടെ ഈ ഉമ്മത്തിന് അമാനാണെന്ന് അങ്ങ് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അഹ്ലു ബൈത്തിന്റെ ഹഖ് കൊണ്ട് ഞങ്ങൾ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള മഹാന്മാരായ ആലിമീങ്ങൾ അവരുടെ ഊണും ഉറക്കവും അവരുടെ നടത്തവും അവരുടെ കിടത്തവും അവരുടെ ചലനവും നിസ്സരണവും എല്ലാം ഇബാദത്താണ്. അങ്ങനെ നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവന് വേണ്ടി ഇൽമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ മുഅല്ലിമീങ്ങൾ മുദദ്ദിസുമാർ അവരുടെ ഹഖ് ജാഹു ബറകത്തുകൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. മലക്കുകൾ ആശീർവദിച്ച് ജറകൾ താഴ്ത്തി കൊടുക്കുന്ന മുതഅല്ലിമീങ്ങൾ ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾ ധാരാളം ഈ സദസ്സിലുണ്ട്. അവരുടെ ഹഖ് കൊണ്ട് ഞങ്ങൾ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. ഈ സദസ്സിൽ മലായികത്തുൽ കിറാം ഹാജരായിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി